ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഇസ് എ മാനോടെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇതോടെ നമ്മുടെ ഈ ഡ്രാമ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ് ഫ്രണ്ട്. ഈ തുടക്കത്തിനെ കാണും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ റൂമിലേക്ക് ചേച്ചി വന്നിട്ട്, നീ എന്തായി കാണിച്ചേക്കണത്? നീ എന്താ കുടിച്ച് ബോധം ഇല്ലാണ്ടാണ് ഈ റൂമിനെ ഇങ്ങനെ മെസ്സാക്കി ഇട്ടിക്കണേന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും, ഇല്ല ചേച്ചി, എൻ്റെ ഡെഡ് ലൈൻ ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫേസ് ചെയ്യാൻ നോക്കുന്നതാണെന്ന് പറയും. എന്നിട്ട് അവളുടെ മുഖമൊക്കെയാണെങ്കിൽ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചി പറയും, ശരി, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ ഇത് കഴിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്ന ഹീറോയും ജൂനിയറും പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഹീറോ കൊണ്ടുപോകാനുള്ള പാക്കേജിൽ നമ്മുടെ ഹീറോയിനും കൂടെ ഫസ്റ്റ് എടുത്ത ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ പാരൻസിനോട് ഫുഡ് കഴിക്കായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലിരിക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും പാറിയതിനു ശേഷം നമ്മുടെ ഹീറോയും അമ്മയും കൂടെ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒരു കോർട്ടിൽ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് ഫ്രണ്ട് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കും നമ്മുടെ ഹീറോ ആയിരിക്കും. നീ വന്നോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. അപ്പം നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? എൻ്റെ ഫ്രണ്ട് ഇവിടെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വിളിച്ചതെന്ന് പറയും. നമ്മുടെ ഹീറോ പറയും, ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ശരി, ഓക്കെ, പോയിട്ട് വരാൻ പറയും. നീ ഫൈനലി അങ്ങനെ തീരുമാനിച്ചു ചോദിക്കും. ഞാൻ നിനക്ക് സുഖമാണോ ചോദിക്കും. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ലതായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി, ഞാൻ പോവാണ്, നിനക്ക് ഒരിക്കൽ കൂടെ എൻ്റെ അടുത്ത് വരണം എന്നൊന്നും തോന്നുന്നില്ലേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഇപ്പം പോകാൻ നിൽക്കുന്നത് കൊണ്ട് എന്നെ വേണമെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് കരുതിയിട്ട് അവൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് എനിക്ക് ഡെഡ് ലൈൻ ആണ്, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഹീറോയിൻ പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഒരു മിനിറ്റ് കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയണം. അന്ന് ആ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഒത്തിരി കുടിച്ചായിരുന്നു, എൻ്റെ ജീവിതത്തിൽ അത്രയും ഞാൻ കുടിച്ചൊരു ദിവസം വേറെ ഇല്ല. അങ്ങനെയാണ് അവൾ എന്നെ ആ റൂമിലോട്ട് കൊണ്ടുപോയത്, അല്ലാണ്ട് വേറെ ഒന്നും അവിടെ സമ്മതിച്ചിട്ടില്ല. നിന്നോടിത് പറയണമെന്ന് എനിക്ക് തോന്നിയെന്ന് നമ്മുടെ ഹീറോ പറയും. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം, അവളും തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഞാൻ പോവാണെന്നുള്ള കാര്യം പറയാൻ വരുന്നുണ്ട്. എന്നിട്ടാണ് അവരുടെ ഫ്ലൈറ്റിന്റെ ടൈമും ഏത് ഫ്ലൈറ്റ് ആണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫാമിലിയോട് എല്ലാം യാത്ര പറഞ്ഞ് അവനോട് നിന്ന് ഇറങ്ങുന്നുണ്ട്. അമ്മയനിയത്തേക്കാണെങ്കിൽ ഒത്തിരി കരയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഫ്രണ്ട് വിളിച്ചിട്ട്, എടി നീ കഴിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പം നീ ഇല്ല, കഴിഞ്ഞില്ല, ഇനിയും ഉണ്ടെന്ന്. നീ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡെഡ് ലൈൻ ആവാറായി, 9 മുന്നേ ചെയ്യണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ക്ലോക്ക് വെക്കുന്നത്. അല്ലെ നമ്മുടെ ജൂനിയർ പറഞ്ഞ സമയമായിട്ട് ഫ്ലൈറ്റിന്റെ. ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ എയർപോർട്ടിലാണെങ്കിൽ നമ്മുടെ ജൂനിയർ നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടി ഹീറോയിൻ വരണം എന്ന് പറഞ്ഞിട്ടാണ് സമയം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ അവൾ വരത്തില്ല. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിലും ഹീറോയിൻ വരുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആരും കാണത്തില്ല. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ജൂനിയറും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവിടെ വരുന്നത്. ഇവർ പോകുന്നത് അവൾ നോക്കി നിൽക്കുന്നുണ്ട്. ശരി, പോയിട്ട് വന്ന് അവൾ മനസ്സിൽ പറയും. ഇവിടെ നമ്മുടെ ചേച്ചിയാണെങ്കിൽ ആ ഒരു മുടി വെച്ച ആൾക്ക് വേണ്ടിയിട്ട് ഒരു മാസ്ക് വന്നിട്ടുണ്ടായിരിക്കും, ഒരു ടെഡി ബിയറിൻ്റെ ഇത്. അങ്ങനെ അതുമായിട്ടുണ്ട് അവനെ കാണാൻ പോകും. എക്സാമിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് പറയാം. പക്ഷേ അവനത് മനസ്സിലാവും ഇത് നമ്മുടെ ചേച്ചിയാണെന്നുള്ള കാര്യം. നീ എന്തിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്കെന്തോ നിങ്ങൾക്കൊരു ബെസ്റ്റ് വിഷസ് പറയണം തോന്നി, അതുകൊണ്ടാണെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ കഫേയിലെ ഓണർ ലേഡി കാണുന്നുണ്ട്. ശരി, ഓക്കെ, നമ്മുടെ ആ ഒരു ബെറ്റിൽ നീ തന്നെ ജയിച്ചു, ഇനി ഞാൻ എൻ്റെ ഇടയിലോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ചേച്ചിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിൻ്റെ പാരൻസിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കായിരിക്കും. ആ സമയം ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ബ്രേക്കപ്പിൻ്റെ കാര്യവും പറയും. ഉടനെ അമ്മയാണെങ്കിലും എൻ്റെ 2 മക്കളും ഒത്തിരി വലുതായി, ജീവിതം എന്താണെന്നെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് സംസാരിക്കുന്നുണ്ട്. 3 മാസങ്ങൾക്ക് ശേഷമുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഉറക്കെ എണീക്കുന്നുണ്ട്, നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചേച്ചിയാണെങ്കിൽ, നീ എന്തിനായി ഇപ്പോൾ നിൻ്റെ ആരോഗ്യത്തെ പറ്റി ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവളാണെങ്കിലും പറയാം, ഞാൻ കുറച്ച് ഹെൽത്ത് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു പറഞ്ഞിട്ട് വീണ്ടും എക്സസൈസ് ചെയ്യുന്നുണ്ട്. അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് അവളുടെ ആ ഒരു ബുക്കിൻ്റെ ഇത് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അവളാണെങ്കിലും ആ ഒരു ന്യൂസ് എല്ലാം നമ്മുടെ ഹീറോ നോക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ബുക്കിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കായിരിക്കും. അതിലൊരു ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒരാളാണ് ഒത്തിരി കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. നമ്മുടെ ജൂനിയറും പറയും, നിനക്ക് ഒത്തിരി കമൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, നീ എത്രയും പെട്ടെന്ന് സെലിബ്രേറ്റ് ആവുമെന്ന്. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിന് അവളുടെ ഒരു കഫേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നമ്മുടെ ഹീറോ ഇപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് പകരം ആ ഒരു ഡോട്ടി നമ്മുടെ ഹീറോയിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓണറിൻ്റെ ലേഡിയെ കണ്ട് സംസാരിക്കും. അപ്പോൾ അവളാണെങ്കിൽ, നിൻ്റെ ഈ സൗന്ദര്യത്തിന് വേണ്ടി നിനക്ക് ഞാൻ ജോലി തന്നിരിക്കുകയാണെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ഈ കഫേ നോക്കിക്കോ, ഞാൻ കുറച്ച് ട്രാവലൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബുക്കാണെങ്കിൽ വായിക്കുന്നുണ്ട്. ആ ബുക്കിൻ്റെ പേര് മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ മാൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹീറോയുടെയും ഹീറോയിൻ്റെയും ലവ് സ്റ്റോറി തന്നെയാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ആ ഓരോരോ കാര്യങ്ങൾ, കുളിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഭവങ്ങൾ, ഹോസ്പിറ്റലിലെ ഇഷ്യൂ, ഇതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹീറോയിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഇത്രയും ദിവസം പിണങ്ങിയിരുന്ന ആ ഒരു ഇത് മാറി അവരുടെ ബോണ്ടിങ് ശരിയായിട്ട് നന്നായിട്ട് വരുന്നുണ്ട്.
വീണ്ടും കുറച്ച് ദിവസത്തിന് ശേഷം കാണിക്കുകയാണ്. നമ്മുടെ മുടി വെച്ച ആളാണെങ്കിൽ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരിക്കും. അയാൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടായിരിക്കും. പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മുടെ ചേച്ചിയാണെങ്കിലും അവനെ കാണാൻ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഹീറോയിന്റെ നോവലിന്റെ ഫൈനൽ എപ്പിസോഡ് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ ഹീറോയിനും കൂടെ ലാസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് അവൾക്ക് ഒത്തിരി പ്രാവശ്യം നീ എന്നെ വിട്ട് പോകല്ലേ, നമുക്ക് ഒന്നിച്ചിരിക്കണമെന്ന് പറയണമെന്നുണ്ടായിരിക്കും. പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും അവൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ ഉടനെ അവിടുത്തെ പ്രൊഫസറിനെ കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് സാർ എനിക്ക് ഇവിടെ പഠിക്കണമെന്നില്ല, എൻ്റെ നാട്ടിലുള്ള കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ തരണം എന്ന് പറയും. അപ്പോൾ സാറാണെങ്കിലും കുറച്ച് കഷ്ടമാണെന്ന് പറയും. എന്നാലും നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് സാർ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്രണ്ടിനെ അവളുടെ കഫേയിലോട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും. അവളുടെ കഫേയിൽ വന്നപ്പോൾ ആരും കാണത്തില്ല. നോക്കുമ്പോൾ അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ പോയിരിക്കും. അതാണെങ്കിൽ അവൾ പോയി നോക്കുന്നുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആണെങ്കിൽ വന്ന് നമ്മുടെ ആ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. നീ വലിയ മാരി മീന്ന്. എന്നിട്ട് അവൻ പറയും, എനിക്ക് നീ പറഞ്ഞ പോലെ നിന്റെ ആഗ്രഹം ഒരു വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ആളില്ലാത്ത നേരത്ത് നിന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് ചെറുത് ചെയ്തത്. അപ്പോൾ അവളാണെങ്കിലും എനിക്ക് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞ് ആ ബൊക്കെ വാങ്ങുന്നുണ്ട്. രണ്ടുപേരും കൂടെ കിസ് ചെയ്യാന്ന് പറഞ്ഞ് എങ്ങനെയും കിസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ കണ്ണട കാരണം കിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവർ കണ്ണട മാറ്റി രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ഹീറോയിൻ കിസ് ചെയ്ത ആ ഒരു സീനെല്ലാം നമ്മുടെ ഹീറോയിന് ഓർമ്മ വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സങ്കടം വന്ന് അങ്ങനെ ഇരിക്കും. അവളങ്ങനെ കഫേയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അകത്തോട്ട് കയറി വരുന്നുണ്ട്. കഫേ ക്ലോസ് ചെയ്തു എന്ന് അവൾ പറയും. പക്ഷെ കേൾക്കാതെ അകത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിക്കും. അയാൾ ഹുഡിയൊക്കെ ഇട്ട് മോടിയായിരിക്കും നിൽപ്പുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഹീറോയുടെ പാസ്പോർട്ട് എടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ കൂടി മാറ്റിയിട്ട് പറയും, ഞാൻ തിരിച്ചു വന്നത്. നീ എന്താ ഇങ്ങോട്ട് വന്നത്, ക്ലാസ്സിലെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ഇങ്ങോട്ടും വന്നു, ഞാൻ അവിടെ നിന്ന് മതിയാക്കി വന്നതാണെന്ന് പറയും. നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പം എൻ്റെ പ്രൊഫസർ തന്നെയാണ് പറഞ്ഞത്, നീ പൊക്കോളാൻ പറഞ്ഞിട്ട് ലെറ്റർ തന്നു എന്ന് പറയും. എന്നിട്ട് ആ ലെറ്റർ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ലോകം ഇവിടെയല്ല, എൻ്റെ മനസ്സൊന്നും ഇവിടെയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നും പ്രൊഫസർ എഴുതിയതല്ല, പ്രൊഫസറായിട്ട് എഴുതിയതാണെന്ന് പറയും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് അവളാണെങ്കിലും പക്ഷേ ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും നമ്മുടെ ഹീറോ. എന്നിട്ട് ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പൊതിച്ചു കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്, ഓരോന്നായിട്ട് ചെയ്ത് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇനിയിപ്പോൾ എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്താവും, അമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട് റെൻറ്റിന് കൊടുക്കുന്നുണ്ടോ, പക്ഷേ അതിന് ഒത്തിരി പൈസ ആകുമല്ലോ, ആ പൈസ ഞാൻ എന്ത് ചെയ്യും, കഫേയിൽ ഇപ്പോൾ വേക്കൻസി ആണല്ലോ, കഫേയിൽ പോകാമെന്ന് പറയും. എന്നിട്ട് ആ കൂട്ടത്തിൽ എന്നെ ചോദിക്കും, എന്നെ നീ മിസ് ചെയ്തോന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാൻ ഒത്തിരി മിസ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാനും നിന്നെ ഒത്തിരി മിസ് ചെയ്തു. ജൂനിയർ പെൺകുട്ടി എവിടെയെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കും. അവള് ഞാൻ വരുന്ന സമയത്ത് എനിക്കൊരു ലെറ്റർ തന്നോന്ന് പറയും. എന്നിട്ട് അതിൽ ബോംബൊന്നും അല്ല, ഹീറോയിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് തന്നെയെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ചോദിച്ചോളാം, എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ നമ്മുടെ ഹീറോ അവളെ ഹഗ് ചെയ്തിട്ട് നന്നായിട്ടിരിക്കുമെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഹീറോയിനാണ് കുഴപ്പമെന്ന്, പക്ഷേ ശരിക്കും ഹീറോയ്ക്കായിരുന്നു പ്രശ്നമല്ല എന്ന്. അത് കഴിക്കുമ്പോൾ ഇവൾ എന്താ ഉദ്ദേശിക്കണേന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കത്തില്ല. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് മൂവിക്ക് ടൈമായി, നീ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പം അകത്ത് നമ്മുടെ ഹീറോയിൻ ഫീമെയിൽ വേർഷനിൽ തന്നെ വരുന്നുണ്ട്, സുന്ദരിയായിട്ട്. എന്നിട്ട് നീ എന്തിനാ ഇത്ര നേരം എടുക്കുന്നത്, പെട്ടെന്ന് ഇറങ്ങാന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, നിനക്ക് എന്താ, നിനക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല. അയ്യോ, ഞാൻ ഇയറിംഗ് ഇട്ടില്ല, ഞാൻ പെട്ടെന്ന് ഇയറിംഗ് ഇടട്ടെന്ന് പറയും. കമ്മലൊന്നും ഇപ്പം വേണ്ട, പെട്ടെന്ന് വരാൻ പറയും. അപ്പോൾ അവനാണെങ്കിൽ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഭയങ്കര സാഡായിട്ട് ചോദിക്കും. അപ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ കമ്മലിട്ടിട്ട് പെട്ടെന്ന് വരാൻ പറയും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കമ്മലിടാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ ഫസ്റ്റ് ബുക്ക് റിലീസ് ആയിട്ടുണ്ടായിരിക്കും. ആ ബുക്കിൻ്റെ ഫസ്റ്റ് കോപ്പി നമ്മുടെ ഹീറോയ്ക്ക് തന്നെ കൊടുക്കും. അതിൽ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ബുക്കിൽ. നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടുമായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയും ഫ്രണ്ടും കൂടെ ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണെങ്കിൽ പറയും, എടാ ഞാൻ എന്ത് ചെയ്യാനാന്ന്, എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഒട്ടും വയ്യടാന്ന് പറയും. അവൾക്ക് എന്താ അസുഖം, അവൾ മെന്റലി സിക്കാണിടാന്ന് പറയും. എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അവൾ പറയുക നമ്മുടെ ജിയന്ന എന്ന് പറയുന്നതും ഒരാളാണെന്ന്, അവളടുത്ത് എത്ര പറഞ്ഞിട്ടും പറ്റുന്നില്ലെന്ന്. നമ്മുടെ ഹീറോയ്ക്ക് അറിയാമല്ലോ അത് രണ്ടും നമ്മുടെ ഹീറോയിൻ തന്നെയാണെന്ന്. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ കാണിക്കും. വീണ്ടും കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്.
നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടില്ലേ ട്രിപ്പ്, ഹീറോയിനും കൂടെ പോകുന്ന ട്രിപ്പ്, അതിന് വേണ്ടി പോവാൻ റെഡിയാവുകയാണ്. അവളുടെ ബാഗിനകത്ത് അവളാണെങ്കിൽ ഒരു ട്രിമ്മറും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവളുടെ ബാഗിൽ നമ്മുടെ ജിയോ എന്നുള്ള 2 പേര് എഴുതിയിട്ടുണ്ട്. കാരണം എപ്പോൾ അവൾ ആൺകുട്ടിയായിട്ട് മാറിയാലും ജീവിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഹീറോയിനും കൂടെ ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ചെവറിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനുമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് അതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. അത് മെയിൽ വെർഷനിലും ഉണ്ട്, ഫീമെയിൽ വെർഷനിലും ഉണ്ട്. എന്നിട്ടൊരു വോയിസ് ഓവർ വരും. ലവ് എന്ന് പറയുന്നത് ശരീരം കണ്ടിട്ടോ ഒന്നും അല്ല, അത് ഫിസിക്കൽ അപ്പിയറൻസിലല്ല, മെൻ്റലി നമ്മുടെ മനസ്സ് കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ വോയിസ് ഓവറോട് നമ്മുടെ ഡ്രാമ കംപ്ലീറ്റ് ആവുകയാണ് ഫ്രണ്ട്സ്. ഒരു അടിപൊളി ഡ്രാമയായിരുന്നു അല്ലേ? ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഡ്രാമ തീർന്നു എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡ്രാമ ഇഷ്ടമായോ? ഈ ഡ്രാമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് അടുത്ത ഏത് ഡ്രാമ ചെയ്യാം എന്നുള്ളത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലി എങ്ങനെയും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയ ഡ്രാമയുമായി വീണ്ടും കാണാം. ബൈ.